എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പുതിയ കുട്ടികളെ വാർത്തെടുത്തുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ ആൾക്കാർ ഇന്ന് ആ പഴഞ്ച സ്വഭാവം കാട്ടി ഒരു കാര്യത്തിനും ഒന്നിനും മെനക്കെടാതെ അവരങ്ങനെ നടക്കുകയാണ്. അവർക്ക് പഴയത് മാത്രമേ അറിയുള്ളൂ, പുതിയതിനെ പറ്റി ഒന്നും അവർക്ക് പറയാനറിയില്ല. പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കാലത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളും കേട്ട് കാലത്തിൻ്റെ കാലച്ചൊക്കെ അനുസരിച്ച് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ വസ്ത്രധാരണമാണെങ്കിലും അവരെ ജീവിത നിലവാരമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അവർ വളരെ ഭംഗിയായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് പുതിയത്. പഴയത് എന്നും പഴയത് തന്നെയാണ്. അതിൻ്റെ കോലം നമുക്ക് ഓരോരുത്തരും കണ്ടറിയാലോ. ഇയാളെ തന്നെ കണ്ടറിയില്ല, പഴയ ആളുകൾ പഴയത് തന്നെയാണ്. പുതിയ ആൾക്കാരെ പറ്റി പറയുമ്പോൾ എന്തെങ്കിലും ബേജാറുള്ളത്? പുതിയ ആൾക്കാരുടെ ഈ ലോകത്തെ ഏറ്റവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പഴയതിനെ പറ്റി ഇനി കൂടുതൽ പറയുന്നത്, പക്ഷേ അധികം പറയാത്ത എന്താ അറിയോ, ആളുകൾ എന്തെങ്കിലും പറ്റി വിചാരിച്ചിട്ടാ. അതിന് ഞാൻ അങ്ങനെ നന്നായി പറഞ്ഞ പഴയ ആൾക്കാരെ കുറ്റം പറയാൻ മാത്രമൊന്നും ഈ പഴയ അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത് പഴയ ആൾക്കാരെ കുറ്റം പറയണ്ട. പക്ഷെ പഴയ ആൾക്കാരുടെ ആ ബഹുമാനം കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ജനറേഷനൊന്നുമില്ല. അതിൻ്റെ കുറ്റം പറയുന്നത് പിന്നെ പഴയത് എങ്ങനെ പഴയ തന്നെയാണ്, പുതിയതായാലാണ് കാരണം എന്ന് വിചാരിക്കുന്നു. പിന്നെ പഴയതെന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഒരാളെ കാണുമ്പോൾ ഒരു ബഹുമാനം ഒരു നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബഹുമാനം കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഉസ്താദന്മാരാണെങ്കിലും ഇനിയിപ്പോൾ അധ്യാപകരാണെങ്കിലും ആരെ കണ്ടാലും അവർക്ക് ഒരു മൈൻഡാണ് അത്. അതെന്തൊക്കെയാണ് ഇതാണ്. അതേമാതിരി പഴയ ആൾക്കാർ നിങ്ങൾ പിന്നെ നോക്കി പഴയ ആൾക്കാർ അറിയാതെ നിങ്ങൾ പഴയ ആൾക്കാരെ പറ്റി ചോദിച്ചാൽ മതി. അപ്പോൾ എന്താ മനസ്സിലാവും. പിന്നെ പഴയ ആൾക്കാരെ കുറ്റം പറയാൻ മാത്രമൊന്നും ആയിട്ടില്ല. എന്റെ സുഹൃത്ത് പറഞ്ഞത് ബഹുമാനാണ്. എന്തിനാ ബഹുമാനിക്കുന്നത്? ഒരാളെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നടത്തുക, അവരുടെ കാര്യം പറയുക, അവർക്ക് ബഹുമാനത്തിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. പിന്നെ പുതിയ ജനറേഷനെ പറ്റി ഓരോ കാര്യം നിങ്ങൾക്ക് പറയണല്ലോ. പുതിയ ജനറേഷനെ പറ്റിയിട്ട് എന്തിന് പഴയതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞതാക്കുന്നത്? പുതിയ കാലത്ത് നിങ്ങൾ സംസാരിച്ചു നോക്കാണി. പുതിയ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ നിങ്ങൾക്ക് പുതിയതിനെ പറ്റി മനസ്സിലാവുള്ളൂ. ഇതീ പഴയത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അതുകൊണ്ട് പുതിയത് തന്നെയാണ് ഏറ്റവും നല്ലത്. പഴയതിനെ എന്നും പിന്നാക്കം പഴയതിനെ ചവറ്റുകൊട്ടയിലിട്ട കാലം എന്നോ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നും പഴയതില്ലാതെ നടന്ന കാര്യം. ഇപ്പോൾ വാഹനങ്ങളുടെ കാര്യം പറഞ്ഞൂടെ? പഴയ കാലത്തുള്ള വാഹനവും പുതിയ വാഹനവും തമ്മിലുള്ള മാറ്റം എന്താ? നിങ്ങൾ ഡ്രൈവറല്ലേ, ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തുമാത്രം സുഖം പുതിയ വാഹനങ്ങളിൽ. അതേമാതിരി കമ്പ്യൂട്ടറും അതുമാതിരി ട്രാക്ടറും കാർഷിക മേഖലയിൽ നിങ്ങൾ കർഷകരാണല്ലോ, കാർഷിക മേഖലയിൽ ട്രാക്ടറൊക്കെ എത്രമാത്രം ഉപകാരം ഉണ്ടായിട്ടുണ്ട്. പഴയ കാലത്തിനടുത്ത് അത് പൊതുവെ വെച്ച് നടത്തിയ അപ്പോൾ കാർഷിക മേഖല വളരണമെങ്കിലും വിദ്യാഭ്യാസപരമായി വളരണമെങ്കിലും അതെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പഴയത് പഴയത് തന്നെയാണ്, അതിലൊന്നും സംശയം തരണ്ട. പഴയത് തന്നപ്പോത്തോളം ആയിക്കോട്ടെ, എന്നാലും ആ ഒരു തുക ഇപ്പോഴത്തെ കിട്ടില്ല. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ പഴയ ആൾക്കാരുടെ ഈ അതുകാലമൊക്കെ പിന്നെ പഴയ ആൾക്കാർ പെട്ടതല്ല. മൂപ്പര് എവിടെ എത്തി അത് ഒന്ന് ചിന്തിക്കണ്ട നിങ്ങള്. പിന്നെ പഴയ ആൾക്കാർ മോശക്കാരൊന്നും പറയാൻ പറ്റില്ല. അത് നിങ്ങളായാലും പിന്നെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരും പിന്നെ ജനറേഷനും ഉഗ്രനാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. പിന്നെ പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാരനല്ല. അതിന്റെ മോശമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ എന്താ പറയാനുള്ളത്? നമ്മൾ പുതിയ ജനറേഷനെയും പഴയ ജനറേഷനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ പുതിയ ജനറേഷനെ പറ്റിയാണ് പറഞ്ഞത്, അദ്ദേഹം പഴയ ജനറേഷനെ പറ്റി പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ ഡിബേറ്റ് ഇത്തരം ഡിബേറ്റുകൾ തന്നെയാണ് നമുക്ക് ഓരോ പുതിയ ചാൻസ് കിട്ടുമ്പോഴും പറയാൻ കിട്ടുക. അത് വളരെ നമ്മൾ ബ്രൈറ്റ് അക്കാഡമി നടത്തിയ ഈ ഒരു ഡിബേറ്റ് പ്രോഗ്രാം വളരെ ഭംഗിയായി തോന്നിയിട്ടുണ്ട്. ഒരു ധൈര്യം വന്ന മാതിരി തോന്നിയിട്ടുണ്ട്. കാരണം ധൈര്യം തന്നെയാണ്, അതൊരു കാര്യമില്ല. അതേമാതിരി എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പ്രത്യേക ഒരു പരിപാടിയായിട്ടൊക്കെ എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കൊരു പേടിയായിട്ട് മാറുന്നുണ്ടോ.
കാരണം മറ്റേ നമ്മൾ ഒളിച്ചു പൂത്തിക്കാണ്ട് ഇങ്ങനെ എന്താ ചെയ്യണം പിടിച്ചിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. പക്ഷെ എന്തെങ്കിലില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയായിട്ട് ഞാൻ പുതിയ ഇതിന് കുറ്റം പറയുന്നില്ല കേട്ടോ. അത് നല്ല കാര്യം തന്നെ. കുറ്റം നല്ല അതിനൊന്നും ഒന്നും കരുതണ്ട.